നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയം പലരും ഏറ്റെടുത്ത് പലതരത്തിൽ പൊല്ലാപ്പ് പിടിച്ച് പല അഭിപ്രായങ്ങൾ പല തട്ടുകളിൽ നിൽക്കുന്നത് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ കാണുന്നതാണ്. നാളെയാണ് വളരെ നിർണായകമായ ദിവസം. ബോച്ചയ്ക്ക് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഈ സാഹചര്യത്തിൽ ബോച്ചയെ അനുകൂലിച്ചും നിരവധി ആളുകൾ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ രമ്യമായി പരിഹരിക്കേണ്ട വിഷയത്തെ അതിരുവിട്ട രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചുവെന്നും സൈബർ ഇടങ്ങളിൽ വ്യാപകമായി തന്നെ വിമർശനം ഉയരുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ പോയതിൽ തനിക്ക് അതിയായ വിഷമമുണ്ടെന്ന് പങ്കുവയ്ക്കുകയാണ് ബിഗ് ബോസ് താരവും മോഡലുമായിട്ടുള്ള ഷിയാസ് കരീം. വ്യാജ പരാതിയുടെയും അതുപോലെ ജയിൽവാസവും ഒക്കെ തന്നെ അനുഭവിക്കേണ്ടി വന്നതിൻ്റെ വേദനയാണ് ഷിയാസ് കരീം ഇവിടെ പങ്കുവയ്ക്കുന്നത്. നിയമത്തിൻ്റെ പരിരക്ഷ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് വ്യാജ പരാതികളിലൂടെ പുരുഷന്മാരെ ദ്രോഹിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇതിലൂടെ തന്നെ പുറത്തു വരുന്നത്. കൊലപാതക കുറ്റം ചെയ്തവരെ പോലും ജയിലിലടയ്ക്കുന്നില്ലെന്നും കമന്റ് പറഞ്ഞു എന്ന കാരണത്താൽ ജയിലിലടയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്നുകൂടിയാണ് ഷിയാസ് കരീം ചോദിക്കുന്നത്. ബോച്ചയാകട്ടെ നല്ല പ്രായമുണ്ട്. അയാളെ കഴുത്തിന് പിടിച്ച് ജീപ്പിലേക്ക് തള്ളുന്ന സീനൊക്കെ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നിയെന്നാണ് ഷിയാസ് കരീം പറയുന്നത്. ബോഡി ഷെയ്മിംഗ് കുറ്റം തന്നെയാണ്. ഹണി റോസിനൊപ്പം തന്നെയാണ് താനും. എന്നാൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്നാണ് ഷിയാസ് കരീം പറയുന്നത്. ഷിയാസ് കരീം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖം ഇങ്ങനെയാണ്: ഞാൻ ആ വിഷയത്തിൽ എന്താണ് പറയേണ്ടത്? തനിക്ക് ഭയങ്കര വിഷമം തോന്നി. സ്ത്രീകളെ പറയുന്നത് ഒരു വിഷയമാണെങ്കിൽ പോലും ഈ ലോകത്ത് സ്ത്രീകളും പുരുഷന്മാരുമുള്ള ഒരു സ്ഥലമാണ്. സ്ത്രീകൾക്കെതിരെ നടത്തിയ പരാമർശം ഒരു വിഷയമാണെങ്കിൽ പോലും പുരുഷന്മാരും സ്ത്രീകളും തിങ്ങി നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടേത്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയും ചെയ്യണം. ബോച്ചയുടെ സ്വഭാവം അങ്ങനെയാണ്. ഒരു വ്യക്തിയെ വേറൊരു വ്യക്തിയെ കൊണ്ട് നന്നാക്കാൻ ഈ ലോകത്ത് പറ്റില്ല. അയാൾ ജയിലിൽ പോയി, അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കൊലപാതകം ചെയ്തവർ പോലും ജയിലിൽ പോയിട്ടില്ല എന്നാണ് ഷിയാസ് കരീം വ്യക്തമാക്കുന്നത്. ഭീകരമായി മദ്യപിച്ച് വണ്ടി ഓടിച്ച് ആളുകളെ ഇടിച്ചു കൊല്ലുന്ന കേസുകൾ പോലും ഉണ്ട്. അപ്പോഴും ലൈസൻസ് കട്ടാകുന്നതേ ഉള്ളൂ. എങ്കിലും ഇത് ഇത്തിരി കടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നാണ് ഷിയാസ് കരീം പറയുന്നത്. നിയമത്തിൽ സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ അവർ ഭീകരമായി തന്നെ മുതലെടുക്കുന്നു എന്ന് താൻ വിശ്വസിക്കുന്നു. എല്ലാ കേസുകളിലുമല്ല, ചില കേസുകളിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മൾക്ക് ഇഷ്ടമുള്ള വേഷങ്ങൾ ഇടുന്നതിൽ മറ്റൊരാൾക്ക് അഭിപ്രായം പറയേണ്ട കാര്യമേ ഇല്ല. ഞാൻ ഹണിയുടെ ആ ഭാഗത്തോട് യോജിക്കുന്നു. പക്ഷേ 14 ദിവസം റിമാൻഡ് ചെയ്യേണ്ട കുറ്റം അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നാണ് തൻ്റെ സംശയമെന്നാണ് ഷിയാസ് കരീം പറയുന്നത്. കാര്യം, ബോഡിയിൽ കയറി ബലമായി അങ്ങനെ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ജയിലിൽ പോകേണ്ടി വരേണ്ടതെന്നാണ് ഷിയാസ് കരീം വിശ്വസിക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പിടിച്ചാൽ പോലും ജയിലിൽ പോയിട്ടില്ല. അതൊക്കെയാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായി കണക്കാക്കേണ്ടതെന്നാണ് താൻ വിശ്വസിക്കുന്നത്. ഒരു കമൻ്റ് അടിച്ചു എന്നതിന് ജയിലിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ബോഡി ഷെയ്മിംഗ് എന്നത് വളരെ മോശം തന്നെയാണ്. അതിൻ്റെ കാരണം വെച്ച് അഴിക്കുള്ളിൽ പോകേണ്ട സാഹചര്യമുണ്ടോ? കേസ് വലുത് തന്നെയാണ്. ഒരു സ്ത്രീയെ ബോഡി ഷെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ശരീരത്തെക്കുറിച്ച് പറയുന്നത് വളരെ മോശകരം തന്നെയാണ്. ജയിലിൽ പോവുകയെന്ന് പറഞ്ഞാലും വലിയ തെറ്റുകൾക്കാണ്. എൻ്റെ പേരിലും സമാനമായി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. വ്യാജ ആരോപണം വന്നതായിരുന്നു. ഒരു ദിവസം ജയിലിൽ കിടന്നാൽ 100 ദിവസം കിടന്നതിന് തുല്യമാണെന്ന് ഞാൻ അന്ന് തന്നെ വിചാരിച്ച കാര്യമാണ്. 2 വ്യക്തികളെയും വിളിച്ച് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് താക്കീത് കൊടുത്തു വരേണ്ട കാര്യമേ ഉള്ളൂ എന്നാണ് താനും വിശ്വസിക്കുന്നത്. ലൈംഗിക അതിക്രമമൊക്കെ ചെയ്തതിന് ജയിലിൽ പോകാവൂ എന്ന് താൻ കരുതുന്നു. നിയമം കുറച്ചൊക്കെ മാറാനുണ്ട്. ചില ആനുകൂല്യങ്ങൾ സ്ത്രീകൾ അങ്ങനെ മുതലെടുക്കുന്നു. ഹണി റോസിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രമിടാനുള്ള അധികാരമുണ്ട്. അവർക്കൊപ്പം തന്നെയാണ് താനും. ജയിലിൽ പോകേണ്ട ആവശ്യകത ഉണ്ടോ എന്നുള്ള ചോദ്യം മാത്രമാണ് ഇവിടെ ഉയർത്തുന്നത്. സ്ത്രീകളുടെ ഫോട്ടോയ്ക്ക് താഴെ മോശം കമൻ്റ് ഇടുന്നവരും പൊതുവേദിയിൽ കമൻ്റ് അടിക്കുന്നവരും ഒക്കെ തന്നെ ശ്രദ്ധിക്കുക. അത് വലിയ കുറ്റം തന്നെയാണ്. അതിലൊരു മുന്നറിയിപ്പ് എന്ന നിലയിലായിരിക്കും നടപടി എടുത്തത്. പക്ഷേ ഇതിനു വേണ്ടി അയാളെ ജയിലിൽ വിടേണ്ട കാര്യമില്ലായിരുന്നു. കാരണം നല്ല പ്രായമുണ്ട്. കഴുത്തിന് പിടിച്ച് ജീപ്പിലേക്ക് തള്ളുന്നതൊക്കെ തന്നെ കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. കൊടും ക്രിമിനലുകൾ കേരളത്തിലുണ്ട്. അവരെ ഒന്നും തൊടാൻ പോലീസുകാർക്ക് ധൈര്യം പോലുമില്ല. അത്ര വലിയ കുറ്റമൊന്നും തന്നെ അയാൾ ചെയ്തെന്ന് കരുതുന്നില്ല. ഞാൻ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ടെന്നാണ് പറയുന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തുമുണ്ട്, ഹണി റോസിൻ്റെ ഭാഗത്തുമുണ്ട്. ലോകത്ത് വിട്ടുവീഴ്ച ചെയ്യുന്നവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. വ്യക്തിപരമായ വൈരാഗ്യവും വാശിയും കൊണ്ട് ഒരാളെ ജയിലിൽ അടയ്ക്കുന്നത് പരമകഷ്ടമാണ്. ഹണി റോസിൻ്റെ സോഷ്യൽ മീഡിയയിലും ഒരുപാട് ആളുകൾ വന്ന് കമൻ്റ് ഇടാറുണ്ട്. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ വ്യാജ അക്കൗണ്ട് എടുത്ത് സോഷ്യൽ മീഡിയയിൽ മാനസികമായി പീഡിപ്പിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണിതെന്നും ഷിയാസ് കരീം തന്നെ പറയുന്നുണ്ട്. 2 തട്ടിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. സമാനമായ നിലപാട് പങ്കുവച്ചുകൊണ്ടും നിരവധി ആളുകൾ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.